ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനീഷ് വോയ്സ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ദിലീപ് നായകനായെത്തിയ പഫബ്ബ എന്ന സിനിമയാണ്. ഈ സിനിമ തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്നത് ഈ സിനിമയ്ക്കും കഥയ്ക്കും യാതൊരു ലോജിക്കും ഇല്ല എന്നാണ്. അതിനാൽ കഥ കേൾക്കുമ്പോൾ ആരും ലോജിക്ക് നോക്കരുതേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് കുറെ കുട്ടിപ്പട്ടാളങ്ങളെ കാണിച്ചുകൊണ്ടാണ്. അവരെല്ലാം ദളപതി നഗർ എന്ന കോളനി താമസിക്കുന്ന കുട്ടികളാണ്. ദളപതി ബോയ്സ് എന്നറിയപ്പെടുന്ന ഈ കുട്ടിപ്പട്ടാളങ്ങളുടെ എതിരാളികളാണ് റിച്ച് കിഡ്സ്. പേരുപോലെ തന്നെ അവരെല്ലാം പണക്കാർ വീട്ടിലെ പിള്ളേരായിരുന്നു. ഈ റിച്ച് കിഡ്സിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാമെന്ന ഒരു അഹംഭാവം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ അവർക്കറിയില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തണം എന്നതായിരുന്നു ദളപതി ബോയ്സിന്റെ ലക്ഷ്യം. അവസാനം അവരത് കണ്ടെത്തി. അവർ ആ കാര്യം റിച്ച് കിഡ്സിനോട് ചോദിക്കുകയാണ്. ഈ നാട്ടിലെ വലിയ കള്ളനെ പിടിച്ച് ഹീറോ ആയ ആളെ കുറിച്ച് അറിയാമോ എന്നതായിരുന്നു അവരുടെ ചോദ്യം. എന്നാൽ റിച്ച് കിഡ്സിലുള്ള ആർക്കും അങ്ങനെ ഒരാളെ കുറിച്ച് അറിയില്ലായിരുന്നു. അങ്ങനെ ദളപതി ബോയ്സ് അയാളെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ സീൻ കട്ടായി ഒരു ആശുപത്രി കാണിക്കുകയാണ്. ആ ആശുപത്രിക്ക് മുമ്പിലായി CVK പാർട്ടിയുടെ അണികൾ വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രിക്ക് മുമ്പിൽ വിജയം ആഘോഷിക്കാനുള്ള കാരണം എന്തെന്നാൽ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഇലക്ഷനിൽ ജയിച്ച അവരുടെ സ്വന്തം നേതാവായ CK ജോസഫ് ആശുപത്രിയിലാണ്. ഈ CK ജോസഫ് ആയിരുന്നു കേരളത്തിന്റെ അടുത്ത CM ആകാൻ പോകുന്നത്. അതിന്റെ ടെൻഷനിൽ BP കൂടിയതിനാലാണ് CK ജോസഫ് ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്. CK ജോസഫ് ആശുപത്രിയിലായതിനാൽ തന്നെ പ്രതിപക്ഷം CK ജോസഫിന് എന്തോ മാറാരോഗമാണെന്ന് പറഞ്ഞു വരുത്തി. ആ വാർത്ത CK ജോസഫിന്റെ ചെവിയിലും എത്തി. അങ്ങനെ CM ആയി സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ അടുത്ത ദിവസം തന്നെ തന്നെ കുറിച്ചുള്ള അപവാദ പ്രചരണം തെറ്റാണെന്ന് തെളിയിക്കുന്നതിനായി CK ജോസഫ് തന്റെ സ്വന്തം നാട്ടിൽ വെച്ച് ഒരു പൊതുസമ്മേളനം നടത്താൻ തീരുമാനിച്ചു. CK ജോസഫ് സമ്മേളനത്തിന് പോകുന്നതിൽ ഭാര്യയ്ക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് CK ജോസഫ് ഭാര്യയോട്, ഞാൻ പോകുന്നത് ഈ ലോകത്ത് എന്റെ ഏറ്റവും സുരക്ഷിതമായ ഒരിടത്തേക്കാണ്, അതായത് എന്റെ പാർട്ടി പ്രവർത്തകരുടെ അടുത്തേക്ക്. ഇനി ആരെങ്കിലും എന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു വന്നാലും ആ കൂട്ടത്തിൽ എന്നെ രക്ഷിക്കാനും ഒരുത്തനുണ്ടാകും എന്ന് പറയുന്നു. അതേസമയം സമ്മേളനം നടക്കാൻ പോകുന്ന സ്ഥലത്ത് നമ്മുടെ ഈ സിനിമയിലെ നായകനായ റാമിനെ കാണിക്കുകയാണ്. റാമും CK ജോസഫിന്റെ പാർട്ടിയിലെ ഒരു പ്രവർത്തകനായിരുന്നു. അങ്ങനെ CK ജോസഫ് സമ്മേളനം നടക്കുന്ന സ്ഥലത്തെത്തി. CK ജോസഫിന്റെ സുരക്ഷയ്ക്കായി കമ്മീഷണർ ദേവ്ജിയും അസിസ്റ്റന്റ് കമ്മീഷണർ അഷ്കറും കൂടാതെ 100 കണക്കിന് പോലീസുകാരും ഒപ്പം നമ്മുടെ റാമും ഉണ്ടായിരുന്നു. CK ജോസഫിന് കുടിക്കാനുള്ള കരിക്കു വരെ കൊണ്ടു കൊടുത്തത് റാം തന്നെയായിരുന്നു. അങ്ങനെ CK ജോസഫിന്റെ തീപ്പൊരി പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നത്. പരമാവധി ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് അത് അടക്കാൻ കഴിയുന്നില്ലായിരുന്നു. അതിനാൽ തന്നെ തന്റെ സമ്മേളനം പാതിയിൽ ഉപേക്ഷിച്ച് CK ജോസഫ് അവിടെ നിന്നും പോവുകയാണ്. CK ജോസഫ് അവിടെ നിന്നും തിരികെ പോയ വണ്ടിയിൽ നമ്മുടെ റാമും ഉണ്ടായിരുന്നു. അതെ, CK ജോസഫിന് കാവൽ നിൽക്കാൻ വന്ന കാവലാളായിരുന്നില്ല റാം, മറിച്ച് CM-നെ അവിടെ നിന്നും കടത്തിക്കൊണ്ടു പോകാൻ വന്നയാളായിരുന്നു. ആയിരക്കണക്കിന് പാർട്ടിക്കാരുടെയും 100 കണക്കിന് പോലീസുകാരുടെയും ഇടയിൽ നിന്നും വളരെ കൂളായി റാം CM-നെ കടത്തിക്കൊണ്ടു പോവുകയാണ്. റാം തന്നെയാണ് CM-ന് കുടിക്കാൻ കൊടുത്ത കരിക്കിൽ വയറിളകാനുള്ള മരുന്ന് കലക്കി കൊടുത്തതും. റാം ചുമ്മാ അങ്ങ് CM-നെ കടത്തിക്കൊണ്ടു പോവുകയായിരുന്നില്ല, കടത്തിക്കൊണ്ടു പോകുന്ന വിവരം വയർലെസ്സിലൂടെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ചാനലിലെല്ലാം CM-നെ കടത്തിക്കൊണ്ടു പോയ വിവരം ബ്രേക്കിംഗ് ന്യൂസ് ആയി ഓടാനും തുടങ്ങി. വിവരമറിഞ്ഞ് CK ജോസഫിന്റെ മകൻ നോബിൾ ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് വരികയാണ്. നോബിൾ ആളിത്തിരി സീനാണ്. CM-ന്റെ മകനായിരുന്നതിനാൽ തന്നെ നോബിൾ നേരെ കമ്മീഷണർ ഓഫീസിൽ വന്ന് തന്റെ അച്ഛനെ താൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്നും പറഞ്ഞ് അച്ഛനെ കണ്ടുപിടിക്കാനായി തനിക്ക് ആവശ്യമായ കുറച്ചുപേരെ അവിടെ നിന്നും സെലക്ട് ചെയ്തു. ആ കൂട്ടത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ അഷ്കറും ഉണ്ടായിരുന്നു. അങ്ങനെ നോബിളും പോലീസുകാരും എല്ലാ രീതിയിലും അന്വേഷിക്കാൻ തുടങ്ങി. അതേസമയം CM-ന്റെ വണ്ടി ഒരിടത്ത് കിടക്കുന്നതായി അറിഞ്ഞ് പോലീസുകാരും പത്രക്കാരും ജനങ്ങളുമെല്ലാം അവിടെ എത്തി. എന്നാൽ അവർക്ക് അവിടെ നിന്നും CM-ന്റെ വണ്ടിയുണ്ടെന്ന് വിളിച്ചു പറഞ്ഞ ഇൻഫോമർ ആയ സിജോയിനെയും അല്ലാതെ വേറെ ഒരു തെളിവും കിട്ടിയില്ല. അങ്ങനെ നോബിളും പോലീസുകാരുമെല്ലാം റാമിനെ നേരിൽ കണ്ട ആൾക്കാരെ കൊണ്ട് റാമിന്റെ രൂപരേഖ വരച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവർ വരച്ച ചിത്രങ്ങളൊന്നും റാമിന്റേതുപോലെ ആയിരുന്നില്ല. അപ്പോഴാണ് മഹി എന്നൊരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട്, സാർ, ഞാൻ ആ കിഡ്നാപ്പറെ കണ്ടു എന്നും ആ കിഡ്നാപ്പറിന്റെ കൂടെ 50-55 വയസ്സുള്ള ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു എന്നും ആ കിഡ്നാപ്പറിന്റെ മുഖം താൻ വരച്ചു തരാമെന്നുമെല്ലാം പറയുന്നത്. അങ്ങനെ മഹി റാമിന്റെ മുഖം അവർക്ക് വരച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് റാമിനെ കണ്ടിട്ടുള്ള എല്ലാവരും, അതെ സാർ, ഇവൻ തന്നെയാണ് CM-നെ തട്ടിക്കൊണ്ടുപോയത് എന്ന് പറയുന്നു. ഇനി ഇതിലെ ട്വിസ്റ്റ് എന്താണെന്നല്ലേ, റാമിനെ കണ്ടു എന്നും പറഞ്ഞ് റാമിന്റെ പടം വരച്ചു കൊടുത്ത മഹിയില്ലേ, അവൻ ശരിക്കും ഒരു അന്ധനായിരുന്നു. അതായത് മഹി ശരിക്കും റാമിന്റെ കൂട്ടുകാരനായിരുന്നു. റാം പറഞ്ഞിട്ട് തന്നെയാണ് മഹി റാമിന്റെ പടം വരച്ചു കൊടുത്തതും. അതേസമയം
പോലീസ് സ്റ്റേഷനിലേക്ക് ചരിത്രങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന ശിവൻകുട്ടി എന്നൊരാൾ വരികയാണ്. എന്നിട്ട്, സാർ, ഒരു നാടിന്റെ മുഖ്യമന്ത്രിയെ ഒരു ചടങ്ങിന്റെ ഇടയിൽ നിന്നും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുക, അതും പാർട്ടിക്കാരുടെയും പോലീസിന്റെയും മുമ്പിൽ വെച്ച് യാതൊരു മാരകായുധങ്ങളും ഇല്ലാതെ. ചരിത്രപരമായി നോക്കിയാൽ നാട്ടിലെ മോശം പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരെ ജനങ്ങൾക്ക് മുമ്പിൽ എക്സ്പോസ് ചെയ്യുക എന്നതായിരിക്കും ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോകുന്നവരുടെ ലക്ഷ്യം. അതിനാൽ തന്നെ തട്ടിക്കൊണ്ടുപോയയുടൻ അവർ ആദ്യം ചെയ്യുക അവർ നന്മയുടെ വശത്താണ് എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുക എന്നതാണ്. അങ്ങനെ മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടുപോയി എന്ന മോശം ഇമേജിൽ നിന്നും നന്മയുടെ പ്രതീകമായി മാറാനും അതുവഴി ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും പിടിച്ചെടുക്കാനും അവർ ഏതറ്റം വരെയും പോകും എന്ന് പറയുന്നു. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പാഴ്സൽ വരികയാണ്. ആ പാഴ്സലിൽ ഒരു കാസറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നോബിളും പോലീസുകാരും ആ കാസറ്റ് പ്ലേ ചെയ്യുകയാണ്. അതിൽ ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ള പരാതികളെല്ലാം പഴയ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിനടുത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറിനുള്ളിൽ എഴുതിക്കൊണ്ടുവന്നിടുക എന്നതായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് കാസറ്റിൽ വന്ന അതേ വിവരങ്ങൾ നോട്ടീസ് അടിച്ച് ടൗണിൽ മുഴുവനും റാമിന്റെ ആളുകൾ വിതരണവും ചെയ്തിരുന്നു. അങ്ങനെ ജനങ്ങളെല്ലാം റാം പറഞ്ഞ ആ വണ്ടിക്കകത്ത് തങ്ങളുടെ പരാതികളെല്ലാം എഴുതിക്കൊണ്ടുവന്നിടാൻ തുടങ്ങി. ജനങ്ങളോടൊപ്പം നോബിളും പോലീസുകാരും അവിടെ എത്തി. അവർ പരാതിയിടാൻ വന്നതായിരുന്നില്ല, ആ വണ്ടി അവിടെ നിന്നും എടുത്തുകൊണ്ട് പോകുന്നയാളെ പിടികൂടാൻ വന്നതായിരുന്നു. അവിടെ എത്തിയ നോബിളിനാണെങ്കിൽ തന്റെ അച്ഛന്റെ പേരിൽ നടക്കുന്ന ആ കാര്യങ്ങളൊന്നും അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ജനങ്ങൾ പരാതി കൊണ്ടിട്ടുകൊണ്ടിരുന്ന ആ കാർ തല്ലിപ്പൊട്ടിക്കാനായി വരികയാണ്. അത് കണ്ട ജനങ്ങൾ എല്ലാവരും ചേർന്ന് നോബിളിനെ അവിടെ നിന്നും ഓടിക്കുന്നു. അതെ, റാം പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയിരുന്നു. അതായത് റാമിനിപ്പോൾ ആവശ്യം ജനങ്ങളുടെ വിശ്വാസമായിരുന്നു. മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടുപോയ ആൾ എന്നതിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നയാൾ എന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടിയായിരുന്നു റാം ആ പരാതി വണ്ടി അവിടെ വെച്ചിരുന്നത്. അതായത് റാമിന്റെ അടുത്ത നീക്കം ഇതായിരിക്കുമെന്ന് പറയാൻ വന്ന ശിവൻകുട്ടിയും റാമിന്റെ കൂട്ടുകാരും തന്നെയായിരുന്നു. അങ്ങനെ രാത്രിയായി. ഇപ്പോഴും ജനങ്ങളും പോലീസുകാരും പത്രക്കാരും എല്ലാം ആ വണ്ടിക്ക് ചുറ്റും കൂടി നിൽക്കുകയാണ്, വണ്ടി കൊണ്ടുപോകാൻ വരുന്ന ആളെയും കാത്ത്. അതേസമയം അവരെ കൂടി നിന്നിരുന്ന എല്ലാവരുടെയും ദേഹത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന പൈപ്പിൽ നിന്നും അഴുക്കുവെള്ളം തെറിക്കുകയാണ്. അത് കണ്ട് എല്ലാവരും ചിതറി ഓടാൻ തുടങ്ങി. അതേസമയം തന്നെ അവിടേക്ക് സ്മോക്കിംഗ് ഗ്രനേഡുകളും വന്നു വീണു. ആ പുകകൾക്കിടയിലൂടെ ഒരു വണ്ടിയും, അത് റാമിന്റെ വണ്ടിയായിരുന്നു. ആ വണ്ടിയിൽ നിന്നും ഒരാൾ ഇറങ്ങി പരാതികൾ നിറച്ച വണ്ടിയിൽ തങ്ങളുടെ വണ്ടിയിലുണ്ടായിരുന്ന ഒരു ചങ്ങല വെച്ച് ലോക്ക് ചെയ്യുകയാണ്. അങ്ങനെ റാം ആ വണ്ടി വലിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ അത് കണ്ട് നോബിൾ തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കുകൊണ്ട് വെടിവെച്ച് ആ ചങ്ങല തകർക്കുകയാണ്. ഒപ്പം ആ ചങ്ങല കോർക്കാൻ വന്നയാളെ പിടികൂടുകയും ചെയ്തു. അത് നേരത്തെ സിഎമ്മിനെ കടത്തിക്കൊണ്ടുപോയ വണ്ടി വഴിയിൽ കിടപ്പുണ്ട് എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇൻഫോം ചെയ്ത ഇൻഫോമർ സിജോ ആയിരുന്നു. സിജോയെ കയ്യിൽ കിട്ടിയ നോബിൾ റാമിനോടുള്ള ദേഷ്യം മുഴുവനും സിജോയോട് തീർക്കുന്നുമുണ്ട്. അതേസമയം പരാതി വണ്ടി അവിടുന്ന് കൊണ്ടുപോകാൻ വന്ന റാമിനെ അസിസ്റ്റന്റ് കമ്മീഷണർ അഷ്കറും കൂടാതെ 10-30 വണ്ടി പോലീസുകാരും ചേർന്ന് ചേസ് ചെയ്യുകയാണ്. അങ്ങനെ അവസാനം അഷ്കറും പോലീസുകാരും ചേർന്ന് റാമിനെ പിടികൂടുന്നു. പോലീസുകാരെല്ലാവരും റാമിന്റെ നേരെ തോക്കും ചൂണ്ടി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു ട്വിസ്റ്റ് വേണ്ടേ? അതെ, അസിസ്റ്റന്റ് കമ്മീഷണർ അഷ്കർ റാമിന്റെ കൂട്ടുകാരനായിരുന്നു. അഷ്കർ തോക്കുമായി നിൽക്കുന്ന പോലീസുകാരോട് പറയുന്നു, നിങ്ങളുടെ കൈകളിലുള്ള തോക്കുകളിലൊന്നും ഉണ്ടയില്ല. അത് കേട്ട പോലീസുകാർ തോക്കുകളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതെ, അവരുടെ തോക്കുകളിലൊന്നും ഉണ്ടയുണ്ടായിരുന്നില്ല. അങ്ങനെ റാമും അഷ്കറും ചേർന്ന് ആ 30 വണ്ടി പോലീസുകാരെയും അടിച്ചു വീഴ്ത്തി അവരെല്ലാം പാഴ്സൽ ചെയ്ത് നോബിളിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. അതിലൊന്നും തളരാതെ നോബിൾ തന്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നു. റാമിനു വേണ്ടി നോട്ടീസ് എല്ലാം ജനങ്ങളിൽ വിതരണം ചെയ്തത് ദളപതി ബോയ്സ് ആണെന്നറിഞ്ഞ നോബിളും പോലീസുകാരും ദളപതി ബോയ്സിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയാണ്. എന്നാൽ അവർ യാതൊരു ഡീറ്റെയിൽസും പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്തതുമില്ല. എല്ലാ ചോദ്യങ്ങൾക്കും തങ്ങൾക്കൊന്നും അറിയില്ല എന്നായിരുന്നു അവരുടെ മറുപടി. അങ്ങനെ ദളപതി ബോയ്സിനെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി വന്ന് ജാമ്യത്തിൽ ഇറക്കുകയും ചെയ്തു. അതേസമയം റാമിനെയും സിഎമ്മിനെയും കാണിക്കുകയാണ്. റാമിനോട് നല്ല ദേഷ്യത്തിലായിരുന്ന സിഎം അവസാനം തന്നെ കടത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ റാം തന്റെ കഥ സിഎമ്മിനോട് പറയുന്നു. കുട്ടിയായിരിക്കുമ്പോൾ അച്ഛനും അമ്മയും ഒക്കെയായി സന്തോഷത്തോടെയാണ് റാം ജീവിച്ചിരുന്നത്. എന്നാൽ പെട്ടെന്നൊരു ദിവസം റാമിന്റെ അമ്മ മരിച്ചു. അമ്മയെ വളരെയധികം സ്നേഹിച്ചിരുന്ന അച്ഛനാണെങ്കിൽ അമ്മ മരിച്ചതറിഞ്ഞ് വട്ടാവുകയും ചെയ്തു. എങ്കിലും ചെറിയ കുട്ടിയായിരുന്ന റാമിനെ അച്ഛൻ നല്ലതുപോലെ തന്നെയാണ് നോക്കി വളർത്തിയത്. നാട്ടുകാർ റാമിന്റെ അച്ഛനെ ഒരു വട്ടനായിട്ടായിരുന്നു കണ്ടിരുന്നതും. അച്ഛന് വട്ടായതുകൊണ്ട് തന്നെ റാമിനെയും സ്കൂളിലെ കുട്ടികളാരും കൂടെ കൂട്ടിയിരുന്നില്ല. അങ്ങനെ കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ റാമിനെ തനിച്ചാക്കി അച്ഛനും പോയി. അച്ഛനെയും അമ്മയെ നഷ്ടപ്പെട്ട റാമിനെ ചേർത്ത് പിടിച്ചത്
മഹിയുടെ അമ്മയായ വാവമണിയായിരുന്നു. അങ്ങനെയാണ് മഹിയും റാമും കൂട്ടുകാരായതും. എങ്കിലും അച്ഛനും അമ്മയും ഇല്ലാതായതിന്റെ വിഷമത്തിൽ ജീവിതം ഇരുട്ടിലായ റാമിനും തന്റെ അച്ഛനെ പോലെ തന്നെ ഭ്രാന്ത് പിടിക്കുകയാണ്. അങ്ങനെ നാട്ടുകാരെല്ലാവരും ചേർന്ന് റാമിനെ ഒരു പ്രാന്താശുപത്രിയിലാക്കുകയും ചെയ്തു. പിന്നീട് റാം ആ പ്രാന്താശുപത്രിയിലാണ് വളർന്നത്. അങ്ങനെ വളർന്നു വലുതായ റാം ആ പ്രാന്താശുപത്രിയിലെ സെക്യൂരിറ്റീസിന് കൈക്കൂലിയും കൊടുത്ത് അവിടെ നിന്നും ചാടി ഒരു ലോറിയിൽ കയറി പോകുന്നു. ആ ലോറി പോയത് ഗില്ലിബാലയുടെ സ്വന്തം ഗില്ലി യൂണിവേഴ്സിറ്റിയിലേക്കായിരുന്നു. ആ ഗില്ലി യൂണിവേഴ്സിറ്റിയുടെ രാജാവായിരുന്നു ഗില്ലിബാല. അവിടെ വെച്ച് പിന്നിൽ നിന്നും കുത്താൻ വന്ന ഒരാളിൽ നിന്നും ഗില്ലിബാലയെ റാം രക്ഷിക്കുകയാണ്. അതോടെ ഗില്ലിബാലയുടെ വലങ്കൈയായി റാം മാറുകയും ചെയ്തു. ഗില്ലിബാലയ്ക്ക് പലതരം ബിസിനസ്സുകളുണ്ട്. അതിലൊന്നായിരുന്നു സിനിമക്കാർക്ക് വണ്ടി വാടകയ്ക്ക് കൊടുക്കുക എന്നത്. അതിനാൽ തന്നെ പല ഹിറ്റ് സിനിമകൾക്കും ഗില്ലിബാല കൊടുത്ത വണ്ടികൾ ഗില്ലിബാലയുടെ ഗാരേജിലുണ്ടായിരുന്നു. ഗില്ലിബാലയ്ക്കും ഒരു എതിരാളി ഉണ്ടായിരുന്നു. അതാണ് ഓസ്കാർ ബ്രദേഴ്സ് ഗ്യാങ്. ഗില്ലിബാലയും റാമും ചേർന്ന് ഓസ്കാർ ബ്രദേഴ്സ് ഗ്യാങ് ഇല്ലീഗലായി കടത്തിയ സ്വർണവും ആയുധങ്ങളും എല്ലാം പിടിച്ചെടുത്ത് കാശുണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു വലിയ പ്രസ്ഥാനമായി ഗില്ലി യൂണിവേഴ്സിറ്റി മാറുകയും ചെയ്തു. കാര്യങ്ങളെല്ലാം കളറായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗില്ലിബാല തന്റെ എല്ലാ സാമ്രാജ്യവും റാമിനെ ഏൽപ്പിച്ച് തന്റെ പുതിയ മേച്ചിൽപ്പുറം തേടി പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം റാമിന്റെ കൂട്ടുകാരായ മഹിയും സിജോയും റാമിനെ കാണാനായി ഗില്ലി യൂണിവേഴ്സിറ്റിയിലേക്ക് വരികയാണ്. അവർ റാമിനോട് നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയുന്നു. അങ്ങനെ തന്റെ ശത്രുവായ CK ജോസഫ് ഒരു നാടിന്റെ മുഴുവൻ ശത്രുവായി മാറിയെന്ന് റാം അറിയുന്നു. അങ്ങനെ റാം തന്റെ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. നാട്ടിൽ തിരിച്ചെത്തിയ റാം തന്റെ നാട്ടുകാരെല്ലാവരും മുഖ്യമന്ത്രിയായ CK ജോസഫ് കാരണം സഹികെട്ടിരിക്കുകയാണെന്നും CK ജോസഫ് കാരണം തങ്ങളുടെ കിടപ്പാടം വരെ നഷ്ടപ്പെടുന്ന സങ്കടത്തിലാണെന്നും റാം അറിയുന്നു. അതായത് നാട്ടിലൂടെ പുതിയ ഹൈവേ വരികയാണ്. ഹൈവേ വരുന്നതിൽ നാട്ടുകാർക്ക് എതിർപ്പൊന്നുമില്ല. എന്നാൽ അപ്പുറത്തെ സൈഡിൽ കൂടി പോകേണ്ട ഹൈവേ ആ സൈഡിൽ അവരുടെ ഒരു തിയേറ്റർ ഉണ്ട് എന്ന ഒറ്റ കാരണത്താൽ അവിടെ നിന്നും തിരിച്ച് പാവപ്പെട്ട 100 കണക്കിന് ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന കോളനി പൊളിച്ച് അതുവഴിയാക്കാനുള്ള പ്ലാൻ ആയിരുന്നു സർക്കാരിന്. അതിന് നേതൃത്വം നൽകുന്നത് അവർ ജയിപ്പിച്ചു വിട്ട CK ജോസഫും. അങ്ങനെ അവിടെ വെച്ച് തന്റെ നാട്ടുകാരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ താൻ ശരിയാക്കി തരാമെന്ന് റാം പറയുന്നു. തന്നെ അതുവരെ ഒരു പ്രാന്തനായിട്ട് കണ്ടിരുന്ന നാട്ടുകാർ ഭയഭക്തി ബഹുമാനത്തോടെ നോക്കി കാണുന്നത് കൂടി കണ്ടപ്പോൾ റാമിന്റെ ഉള്ളിൽ ആവേശം 100 മടങ്ങായി മാറി. അങ്ങനെയാണ് റാം CK ജോസഫിനെ ഇപ്പോൾ തട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. അതേസമയം CK ജോസഫിന്റെ മകൻ നോബിളിനെ കാണിക്കുന്നു. നോബിൾ ഇപ്പോൾ റാം ഒരു പ്രാന്തനായിരുന്നെന്നും കുറെ വർഷങ്ങളായി പ്രാന്താശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ആളാണെന്ന് പറഞ്ഞ് റാമിനെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടറിനെ കാണാൻ വന്നിരിക്കുകയാണ്. എന്നിട്ട് ഡോക്ടറിനോട് ഒരു പ്രാന്തൻ എങ്ങനെയാണ് ഇത്ര കൃത്യമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് എന്ന് ചോദിക്കുന്നു. അതിന് ഡോക്ടർ അവന് ശരിക്കുമുള്ളത് പ്രാന്തല്ല, പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അതായത് അവന്റെ ഇമോഷണൽ കാര്യങ്ങളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്ന് നമ്മൾക്കാർക്കും ഊഹിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ നമുക്കൊക്കെ സില്ലിയായി തോന്നുന്ന കാര്യങ്ങൾ അവന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ അവനെ നോവിച്ചിട്ടുള്ള ആളുകളോട് അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനാവില്ല. അവനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരാളുണ്ടാവണം എന്ന് പറയുന്നു. അങ്ങനെ ദേഷ്യം തലയ്ക്ക് പിടിച്ച് കലിപ്പായ നോബിൾ റാമിനെ പല രീതിയിൽ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷെ റാമിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പകരം റാമിന്റെ കൂട്ടുകാരനായ അസിസ്റ്റന്റ് കമ്മീഷണർ അഷ്കറിനെ നോബിൾ പിടികൂടുകയാണ്. കട്ടക്കലിപ്പിലായിരുന്ന നോബിൾ നല്ല രീതിയിൽ തന്നെ അഷ്കറിനെ പെരുമാറുകയും ഒപ്പം അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിച്ചറിയുകയാണ്. അങ്ങനെ നോബിളും പോലീസുകാരും ചേർന്ന് റാമിന്റെ കൂട്ടുകാരനായ മഹിയുടെ അമ്മ വാവാമണിയെയും പിടികൂടുന്നു. ഇപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ റാമിന്റെ കൂട്ടുകാരായ മഹി, സിജോ, അഷ്കർ, ശിവൻകുട്ടി, മഹിയുടെ അമ്മ വാവാമണി ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. തങ്ങളുടെ കൂടെയുള്ള ഇത്രയും ആൾക്കാരെ പോലീസുകാർ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞ നാട്ടുകാർ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയാണ്. എന്നാൽ അവിടെ നടന്ന വെടിവെപ്പിൽ റാമിന്റെ കൂട്ടുകാരൻ മഹി മരിക്കുകയാണ്. ഒപ്പം റാമിനെ തേടി നോബിൾ പോലീസുകാരെയും കൂട്ടി റാം CK ജോസഫുമായി ഒളിവിൽ കഴിയുന്ന കാട് വളയുകയും ചെയ്തു. അതറിഞ്ഞ റാം CK ജോസഫുമായി അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് തന്റെ വണ്ടിയെല്ലാം അവർ തീയിട്ട് കത്തിച്ചതായി കാണുന്നത്. തനിക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല എന്നോർത്ത് നിൽക്കുമ്പോഴാണ് റാമിന്റെ പാർട്ട്ണർ ഗില്ലിബാല ഒരു വലിയ വണ്ടിയുമായി അവിടേക്ക് വരുന്നത്. അങ്ങനെ ഗില്ലിബാല കൊണ്ടുവന്ന വണ്ടിയിൽ ഗില്ലിബാല തന്നെ റാമിനെയും CK ജോസഫിനെയും അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. പിന്നെ നടന്നത് വമ്പൻ ചേസിംഗും പോരാട്ടവുമാണ്. അതെല്ലാം കണ്ട് റാമിന്റെ കൂടെ ഉണ്ടായിരുന്ന CK ജോസഫ്, നീ എന്ത് പ്രാന്താണ് കാണിച്ചു കൂട്ടുന്നത്, നിനക്ക് മുഴു പ്രാന്താണ് എന്ന് പറയുന്നു. അതിന് റാം, അതെ എനിക്ക് പ്രാന്താണ്, എന്നെ പ്രാന്തനാക്കിയത് താനാണ്, ഞാൻ ശരിക്കും എന്റെ നാട്ടുകാർക്ക് വേണ്ടിയല്ല തന്നെ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്, നമ്മൾ തമ്മിൽ വേറെ ഒരു കണക്കുണ്ട് എന്നും പറഞ്ഞ് റാം CK ജോസഫിനെ തട്ടിക്കൊണ്ടുവന്ന യഥാർത്ഥ കാരണം പറയുകയാണ്. അതായത്
റാമിന്റെ അമ്മ മരിച്ച ദിവസം അന്ന് ആ നാട്ടിലെ പാർട്ടി പ്രവർത്തകനായിരുന്ന CK ജോസഫും വന്നിട്ടുണ്ടായിരുന്നു. മരിച്ചിറക്കിന് വന്ന CK ജോസഫ് റാം കേൾക്കെ മരിച്ചു കിടക്കുന്ന തന്റെ അമ്മയെക്കുറിച്ച് ഭയങ്കര വൾഗർ ആയിട്ടുള്ള രീതിയിൽ കമന്റുകൾ പറയുകയാണ്. കുട്ടിയായിരുന്ന റാമിന് അന്ന് തുടങ്ങിയതാണ് CK ജോസഫിനോടുള്ള പക. എന്നാൽ അതുകൊണ്ടും തീർന്നില്ല. കുറച്ചു നാളുകൾ കഴിഞ്ഞ് ഇലക്ഷനിലെല്ലാം ജയിച്ച CK ജോസഫ് വിജയാഘോഷം നടത്തുകയായിരുന്നു. അതും റോഡെല്ലാം ബ്ലോക്ക് ചെയ്ത് വണ്ടികൾക്കൊന്നും പോകാൻ കഴിയാത്ത വിധം. അന്ന് വയ്യാതായ തന്റെ അച്ഛനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി റാം ആ വഴിയിലൂടെ വന്നിരുന്നു. തന്റെ അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അവിടെ കൂടി നിന്നവരോടെല്ലാം കുറച്ച് മാറിത്തരാമോ എന്നും ചോദിച്ച് റാം ഒരുപാട് കരഞ്ഞു. എന്നാൽ ആരും അത് ശ്രദ്ധിച്ചതുപോലുമില്ല. അന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതെ റാമിന്റെ അച്ഛൻ മരിക്കുകയും ചെയ്തു. അമ്മയില്ലായിരുന്ന റാമിന്റെ ജീവിതത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു വെളിച്ചം അച്ഛനായിരുന്നു. അച്ഛനും കൂടി പോയതോടെ റാമിന്റെ ജീവിതം മുഴുവനായും ഇരുട്ടിലായി. അങ്ങനെയാണ് റാമിന് ഭ്രാന്ത് പിടിച്ചതും ഒപ്പം ഇതിനെല്ലാം കാരണക്കാരനായ CK ജോസഫിനോട് തീർത്താൽ തീരാത്ത പകയുമായി. അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാനാകാതെ മരവിച്ചിരുന്നു പോയിരുന്നു CM CK ജോസഫ്. അങ്ങനെ CK ജോസഫിനെയും കൊണ്ട് ആ കാട്ടിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന റാം ചെന്നപ്പെട്ടത് തോക്കുകളും പിടിച്ചു നിൽക്കുന്ന നൂറുകണക്കിന് പോലീസുകാരുടെയും നോബിളിന്റെയും മുമ്പിലേക്കായിരുന്നു. അങ്ങനെ അവർ റാമിനെ പിടികൂടുകയാണ്. എന്നാൽ അവിടെ കൂടി നിന്നിരുന്ന ജനങ്ങളുടെ ഉള്ളിൽ റാം ശരിക്കും ഒരു ഹീറോ ആയി മാറിയിരുന്നു. കാരണം CK ജോസഫിന്റെ സകല അഴിമതികളും അഴിമതിയിലൂടെ CK ജോസഫ് ഉണ്ടാക്കിയ കള്ളപ്പണവുമെല്ലാം റാമിന്റെ ആൾക്കാർ ജനങ്ങളിൽ എത്തിച്ചിരുന്നു. അതോടെ രാജിവെക്കുകയല്ലാതെ CK ജോസഫിന് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. തന്റെ ജീവിതം നശിപ്പിച്ചയാളെ റാം വേരോടെ ഇല്ലാതാക്കുകയും ചെയ്തു. CM-നെ തട്ടിക്കൊണ്ടുപോയ കേസ് കോടതിയിൽ വന്നെങ്കിലും റാം ഒരു ഭ്രാന്തനായിരുന്നത് കൊണ്ട് തന്നെ കേസ് നിലനിന്നതുമില്ല. അങ്ങനെ റാമിനെ വീണ്ടും ഭ്രാന്താശുപത്രിയിലാക്കുകയും ചെയ്തു. തന്റെ ആഗ്രഹമെല്ലാം സഫലമായതിനാൽ തന്നെ സന്തോഷത്തോടു കൂടിയാണ് റാം ഭ്രാന്താശുപത്രിയിൽ കഴിഞ്ഞതും. ഇതോടെ ഈ സിനിമയും അവസാനിക്കുകയാണ്. കൂട്ടുകാർക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.